ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭജികയുടെ കുഞ്ഞിന്റെ സംസ്കാരം മാറ്റിവെപ്പിച്ച് കോൺസുലേറ്റിന്റെ അടിയന്തര ഇടപെടൽ. ചൊവ്വാഴ്ച കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കുമെന്നായിരുന്നു വിഭജികയുടെ അമ്മയ്ക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നത്. എന്നാൽ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കണമെന്ന് യുവതിയുടെ കുടുംബം ആവശ്യപ്പെട്ടതോടെ അനിശ്ചിതത്വമായി. ഈ സാഹചര്യത്തിൽ സംസ്കരിക്കാൻ എത്തിച്ച മൃതദേഹം തിരികെ കൊണ്ടുപോയി. കോൺസുലേറ്റ് കൂടുതൽ ചർച്ചകൾക്ക് വിളിച്ചിട്ടുണ്ട്. കൊല്ലം കൊറ്റങ്കര കേരളപുരം സ്വദേശിനി രജിത ഭവനിൽ വിഭജിക മണിയൻ, മകൾ വൈഭവി നിധീഷ് എന്നിവരെയാണ് അൽ നഹ്ദയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടത്. കുഞ്ഞിനെ കൊലപ്പെടുത്തി വിഭജിക ജീവനൊടുക്കിയെന്നാണ് നിഗമനം. ജൂലൈ 8 രാത്രിയായിരുന്നു സംഭവം. വിഭജികയുടെയും കുഞ്ഞിന്റെയും ദുരൂഹ മരണം സംബന്ധിച്ച് വിഭജികയുടെ അമ്മ ശൈലജ കോൺസുലേറ്റിന്റെ അടിയന്തര ഇടപെടലിന് അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെടണമെന്നും മകൾക്ക് നീതി ലഭിക്കണമെന്നും വിഭജികയുടെ അമ്മ പറഞ്ഞു. കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിൽ സംസ്കരിക്കണമെന്നും വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം ഒന്നിച്ച് നാട്ടിൽ എത്തിക്കണമെന്നും അമ്മ ശൈലജ ആവശ്യപ്പെട്ടിരുന്നു. നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കണം. അതന്നെ അമ്മയ്ക്ക് നമ്മൾക്ക് തന്നെ വേണമെന്നില്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ മണ്ണിൽ സംസ്കരിക്കുക മാത്രമാണ് അവർക്ക് ആഗ്രഹം. ഈ മണലാരണ്യത്തില് അതാണ് അവരെ ഏറ്റവും വലിയ ഇതിപ്പോ കാര്യം. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ 1 മാസത്തിൽ 2 സർജറി കഴിഞ്ഞതാ. അപ്പോൾ എൻ്റെ അസുഖം 1 മാസം പോലും ആയിട്ടില്ല. അപ്പം പിന്നെ ഞാൻ ഈ ഒരു പ്രതീക്ഷയോടാണ് ഞാനിവിടെ വന്നത്. അമ്മയും കൊച്ചിനെയും കൊണ്ടുപോകാം. ഇവിടെ സംസ്കരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്നത്. ഒന്നേ അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ. ഇത് രണ്ടിലും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അല്ലാതെ ഇവിടെ സംസ്കരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല. രണ്ടുപേരും ഒരുമിച്ചായാലും അവൻ്റെ വീട്ടിലായാലും നമുക്ക് കുഴപ്പമില്ല. എൻ്റെ 2 മക്കളെ അവൻ്റെ വീട്ടിൽ സംസ്കരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ വീട്ടിൽ സംസ്കരിച്ചാലും കുഴപ്പമില്ല. അതല്ല ഇനി അവന് 2 സംസ്കരിക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ വേണമെന്നുള്ളതേ ഉള്ളൂ. മലയാളം പൾസ്.